Good morning all. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് എടുക്കാം അല്ലെ? നമ്മൾ എമർജൻസി കേസിൽ എന്താണ് നമുക്ക് ബെഡ് കപ്പാസിറ്റി കൂട്ടാനുള്ള മാർഗങ്ങളാണ് അല്ലെ മിസ് എടുത്തോണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് പറയുന്നത് എടുക്കാനോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലെ? നെക്സ്റ്റ് ലോജിസ്റ്റിക് പ്ലാനിങ് അല്ലെ? ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ വേണം അല്ലെ? ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് റിസോഴ്സുകൾ വേണ്ടേ? കൂടാതെ എന്ത് വേണം? സ്റ്റാഫുകൾ വേണം അല്ലെ? അവിടുത്തെ ശരിയായ രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിന് എന്ത് വേണം? നമുക്ക് സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ? സ്റ്റാഫുകള്, പിന്നെ എന്താണ്? സേവനങ്ങൾ അല്ലെ? സർവീസുകള്, പിന്നെ അവിടുത്തെ എന്താണ്? വിവരങ്ങൾ, ഇൻഫർമേഷൻസ് അല്ലെ? ഹോസ്പിറ്റലിലുള്ള വിവരങ്ങള്, പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാകാം, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻസ് ആകാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളുടെയും ഒഴുക്ക് ആസൂത്രണം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകള്, സ്റ്റാഫുകള്, ഇൻഫർമേഷൻസ്, സർവീസുകള് എന്നിവയുടെ ഒഴുക്ക് നിയന്ത്രിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ ഡിസാസ്റ്റർ ഫേസില്, ഡിസാസ്റ്റർ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലെ ലോജിസ്റ്റിക് പ്ലാനിങ് എന്താണ് എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. അപ്പൊ നോക്കിയേ, പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ? നമ്മ പറഞ്ഞ എന്താണ്? നമ്മുടെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഇൻഫർമേഷൻസ് അല്ലെ? വിവരങ്ങൾ കൈമാറ്റം നടക്കണം അല്ലെ? ആശയവിനിമയം നടക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ് വേണം. കമ്മ്യൂണിക്കേറ്റ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള കമ്മ്യൂണിക്കേഷൻസിന്റെ ആസൂത്രണം അല്ലെ? നമ്മുടെ കൊണ്ടുവന്ന പേഷ്യൻസ് എത്ര ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? അവരിൽ എത്ര പേര് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അല്ലെ? ഹോസ്പിറ്റൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടേ, കമ്മ്യൂണിക്കേഷൻസ് നടത്തണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ്? വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള ആശയവിനിമയത്തിന്റെ ആസൂത്രണം. നെക്സ്റ്റ് പറയുന്നത്, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പേഷ്യൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അല്ലെ? ആണോ? ഷിഫ്റ്റ് ചെയ്യില്ലേ? അപ്പൊ അതിനു വേണ്ടി കമ്മ്യൂണിക്കേഷൻസ് നടക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻസ് അല്ലെ? എന്താണ്? ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ഓർ അതർ ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ഹോസ്പിറ്റലിലേക്കോ ഒക്കെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ, ആംബുലൻസ് സർവീസുകളൊക്കെ ആവശ്യമല്ലേ? അപ്പൊ അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റോഴ്സ് പ്ലാനിങ്. സ്റ്റോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് പറഞ്ഞപ്പോ എന്താണ്? റിസോഴ്സുകൾ വേണം അല്ലെ? മെറ്റീരിയൽസ് വേണം, മരുന്നുകൾ വേണം, എക്യുപ്മെന്റുകൾ വേണം, കോട്ടൺസ് വേണം അല്ലെ? ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോഴ്സ് പ്ലാനിങ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോഴ്സുകളുടെ ആസൂത്രണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പേഴ്സണൽ പ്ലാനിങ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു, റിസോഴ്സുകളുടെ പ്ലാനിങ് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്? സ്റ്റാഫുകൾ വേണം അല്ലെ?
ശരിയായ രീതിയിലുള്ള അല്ലെ എഫക്റ്റീവായ പ്രവർത്തനം നടക്കണമെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ ഒരു 250 പേഷ്യൻസിന് അല്ലെങ്കിൽ ഒരു 500 ആളുകളെ കൊണ്ടുവന്നാലും അവർക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ നല്ല കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റാഫുകളുടെ ലഭ്യത വേണം. അപ്പൊ അങ്ങനെയുള്ള പേഴ്സണൽ പ്ലാനിങ് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ സ്റ്റാഫ്സ്. അപ്പൊ നോക്കിയേ മെഡിക്കൽ സ്റ്റാഫ്, members of clinical staff, para and preclinical discipline and standby staff should be ready for services in the control room or command room. Command center. നമ്മുടെ control roomൽ അല്ലെങ്കിൽ command centerൽ ആര് റെഡി ആയിരിക്കണമെന്ന് ക്ലിനിക്കൽ സ്റ്റാഫുകള്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫുകള്, സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകള്, എമർജൻസി സിറ്റുവേഷൻ അല്ലെ അവർക്ക് സർവീസുകള് നൽകുന്നതിന് വേണ്ടി നമ്മുടെ കൺട്രോൾ റൂമില് കമാൻഡ് സെന്ററിൽ റെഡി ആയിരിക്കുക. നമ്മുടെ എന്താണ് ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് ഒക്കെ അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോ ഡോക്ടേഴ്സിന്റെ നമ്പർ തികയാതെ വരില്ലേ, ആണോ? കാഷ്വാലിറ്റിയില് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉള്ള ഡോക്ടേഴ്സ് പോരായിക വരും. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സിനെ ലഭ്യമാക്കണ്ടേ ഹോസ്പിറ്റലില് പേഷ്യൻസിന് സർവീസുകൾ കൊടുക്കാൻ? അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാർമക്കോളജിസ്റ്റ് അങ്ങനെയുള്ള സ്റ്റാഫുകൾ, പിന്നെ പാരാ എന്ന് പറഞ്ഞാല് ഓക്യുപേഷണൽ തെറാപ്പി, റേഡിയോഗ്രഫി അങ്ങനെയുള്ള സ്റ്റാഫുകളൊക്കെ. പിന്നെ സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലില് ഇപ്പൊ വർക്കിംഗ് ഇല്ലെങ്കിലും ഒരു കോള് കൊണ്ട് അല്ലെ ഓൺ കോള് കൊണ്ട് സർവീസിൽ കയറാൻ അല്ലെ അവര് എന്താണ് കെയർ കൊടുക്കാൻ സന്നദ്ധരായിരിക്കുന്ന സ്റ്റാഫുകൾ, അതാണ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്ത് പോലും എന്താണ് ഒരു കോളിൽ അല്ലെ അവിടേക്ക് സർവീസ് കൊടുക്കാൻ സന്നദ്ധരായി വരുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകളെല്ലാം എന്താണ് നമ്മുടെ കമാൻഡ് സെന്ററിൽ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ അവരുടെ സർവീസുകൾ നൽകാൻ റെഡി ആയിരിക്കുക. നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും അവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഡോക്ടേഴ്സിന്റെ സേവനത്തെ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒക്കെയാണോ? പാരാ എന്ന് പറഞ്ഞ പാരാ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് ഫിസിയോതെറാപ്പി, റേഡിയോഗ്രഫി, മെഡിക്കൽ ഇമേജിങ് അങ്ങനെയുള്ള ആളുകള്. പിന്നെ എന്താണ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് റിസർച്ച് സയന്റിസ്റ്റുകള്, ഫാർമക്കോളജിസ്റ്റ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. പിന്നെ സ്റ്റാൻഡ് ബൈ സ്റ്റാഫുകൾ റെഡി ആയിരിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ സ്റ്റാഫുകൾ മാത്രം മതിയോ? പോരാ അല്ലെ. നഴ്സുമാരുടെ അഭാവം വരാം അല്ലെ. നഴ്സുമാരുടെ നമ്പറിൽ കുറവ് വരാലോ, ആണോ? ആണ്. അപ്പൊ എന്താണ് നഴ്സിംഗ് സ്റ്റാഫ്? Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് എന്താണ് ലൈബിൾ ആയിരിക്കണം എന്തിനു വേണ്ടിയിട്ട്? ഒരു ലിസ്റ്റ് എന്താണ് ഒരു ഷോർട്ട് നോട്ടീസിൽ നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു കോളില് അല്ലെങ്കിൽ അവരൊരു നിർദ്ദേശത്തില് ഡ്യൂട്ടിക്ക് കയറാൻ അല്ലെ സന്നദ്ധരായിരിക്കുന്ന നഴ്സിംഗ് സ്റ്റാഫുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. കൂടാതെ എന്താണ് നമ്മുടെ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ കൂടുതലായി വരുന്ന സ്റ്റാഫുകളെ നഴ്സിംഗ് സ്റ്റാഫുകളെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം? നമ്മുടെ നഴ്സിംഗ്മാരെ അഭാവമുള്ള അല്ലെ എമർജൻസി കെയർസ് സെക്ഷനിലേക്കൊക്കെ നോൺ ക്രിട്ടിക്കൽ ഏരിയാസിൽ കൂടുതൽ വരുന്ന സ്റ്റാഫുകളെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ പറയാം മിസ്. എന്താണ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒരു നിർദ്ദേശത്തിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡ്യൂട്ടിയിൽ കയറാൻ തയ്യാറായിരിക്കുന്ന നഴ്സുമാരുടെ ഒരു ലിസ്റ്റ് നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ട് തയ്യാറാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പിന്നെ എന്താണ് നമ്മുടെ നോൺ ക്രിട്ടിക്കൽ ഏരിയാസ്. നോൺ ക്രിട്ടിക്കൽ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അധികം ക്രിട്ടിക്കൽ അല്ലാത്ത ഏരിയാസ് അല്ലെ പേഷ്യൻസിനൊക്കെ കിടക്കുന്ന ഏരിയാസ്. അപ്പൊ അവിടെ കൂടുതൽ സ്റ്റാഫുകൾ വേണോ? ആവശ്യത്തിന് മതി അല്ലെ. ഒരുപാട് സ്റ്റാഫുകൾ അവിടെ നിർത്തണോ? വേണ്ട അല്ലെ. അപ്പൊ അവിടെ കൂടുതലായിട്ട് വരുന്ന നഴ്സിംഗ് സ്റ്റാഫുകളെ എങ്ങോട്ടേക്ക്? ക്രിട്ടിക്കൽ ഏരിയാസിലേക്ക് അവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ?
ക്ലിയർ ആണോ മക്കളെ? ബാക്കി എല്ലാവരും ഒന്നും പറയാത്തെ? ഓക്കെ ആണോ? നമ്മ ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞാല് പേഴ്സണൽസിന്റെ അല്ലെ സ്റ്റാഫുകളുടെ അഭാവം വന്നു കഴിഞ്ഞാല് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് വരും? സ്റ്റാഫുകളുടെ ദൗർലഭ്യം ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ആ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ ഇപ്പോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഡോക്ടേഴ്സ് ആയി, നഴ്സിംഗ് സ്റ്റാഫുകളായി അല്ലേ? അഡീഷണൽ ആയിട്ട് ഇനി എന്താണ്? ആൻസിലറി സ്റ്റാഫുകൾ വേണം അല്ലേ? അനുബന്ധ സർവീസുകൾക്ക് വേണ്ടിയുള്ള സ്റ്റാഫുകൾ വേണം. ആൻസിലറി സ്റ്റാഫ് മെഡിക്കൽ സർവീസസ്, റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ആൻഡ് ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസസ്, ഹൗസ് കീപ്പിംഗ്, sanitation, stores, pharmacy, kitchen, etc. should be available. ഇങ്ങനെയുള്ള ആൻസിലറി സ്റ്റാഫുകളും അല്ലെ അവരെ സർവീസുകൾ കൊടുക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഡോക്ടേഴ്സ് നഴ്സുമാര് മാത്രം മതിയോ? റേഡിയോളജി സെക്ഷനിലെ സ്റ്റാഫുകൾ വേണം, ലബോറട്ടറിയിലെ സ്റ്റാഫുകൾ വേണം, ബ്ലഡ് ബാങ്കിലെ സ്റ്റാഫുകൾ വേണം അല്ലെ? കൂടാതെ എന്താണ്? സാനിറ്റേഷൻ, ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളും ചെയ്യേണ്ട ഹോസ്പിറ്റലില് അല്ലെ? ഒരുപാട് ആളുകളൊക്കെ വരുമ്പോ എന്താണ്? ട്രെയിനിങ് ഒക്കെ നമ്മ എപ്പോഴെപ്പോഴും ചെയ്യേണ്ടി വരും അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സിൽ നിന്ന് നമുക്ക് റിസോഴ്സുകൾ ലഭ്യമാകണം അല്ലെ? അത്രയും ആളുകൾക്ക് വേണ്ട എന്താണ്? റിസോഴ്സുകൾ ലഭ്യമാകണം. അപ്പൊ സ്റ്റോഴ്സിൽ സ്റ്റാഫുകളുടെ അഭാവം വരാം, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഫാർമസിയിലെ സ്റ്റാഫുകൾ കുറവ് വരാം അല്ലെ? ഫാർമസിസ്റ്റുകൾ കുറവ് വരാം. ഡയറ്ററി സർവീസിൽ അല്ലെ? കിച്ചണിൽ വരാം. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്? നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് വോളണ്ടിയേഴ്സ് അല്ലെ? പിന്നെ എന്താണ്? സന്നദ്ധ ആളുകൾ വേണം അല്ലെ? സന്നദ്ധ പ്രവർത്തകർ വേണോ? നമ്മ ഈ ദുരന്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്താണ് റെസ്പോണ്ട് കൊടുക്കുന്നതിന്, ആളുകളെ രക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ടാവാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള വോളണ്ടിയേഴ്സ്, the role which volunteers will assume during the time of a disaster should be predetermined, rehearsed, coordinated and supervised by the regular senior staff. ഇങ്ങനെയുള്ള വോളണ്ടിയേഴ്സ്, സന്നദ്ധ പ്രവർത്തകരെ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഹോസ്പിറ്റലില് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? ഈ വോളണ്ടിയേഴ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? അവരുടേതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും കൊടുക്കുന്നുണ്ട് അല്ലെ? പേഷ്യൻസിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണോ? റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് എന്ത് വേണം? അതിന് എന്തൊക്കെ ഡ്യൂട്ടി അവർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം, അതിനുവേണ്ടി ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണ്ടേ? ആണോ? വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു റെഗുലർ സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തില് ഇത്തരം വോളണ്ടിയേഴ്സിനെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെ, റിഹേഴ്സൽ നൽകുക, കൂടാതെ അവരുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയും നമ്മുടെ സീനിയർ സ്റ്റാഫ് ആ പ്രവർത്തനങ്ങളെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റിസർവ് സ്റ്റാഫ്. റിസർവ് സ്റ്റാഫ് നോക്കി, ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈ ഫിസിഷ്യൻസ് അല്ലെ? നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന്റെ ഒക്കെ കുറവ് വരാം അല്ലെ? അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ എങ്ങനെ ഫിസിഷ്യനുകളെ, നഴ്സുമാരെ ആൻഡ് റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള മറ്റു ഹോസ്പിറ്റലിൽ നിന്നോ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്തു വെക്കുക. ഓർ ഹു ഹാവ് ചേഞ്ച്ഡ് കരിയർ ടു ദി വർക്ക് ഔട്ട്സൈഡ് ദി ഹെൽത്ത് കെയർ സർവീസസ്. അവരുടെ കരിയർ എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിൽ നിന്ന് പുറത്ത്
വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഓർ നൗ വർക്ക് ഇൻ ഏരിയാസ് അതർ ദാൻ ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അല്ലാത്ത ഏരിയാസിലേക്ക് വർക്ക് ചെയ്യുന്ന ആളുകളെയും അല്ലെ, ഫിസിഷ്യന്, നഴ്സുമാര്, റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അവരുടെ സർവീസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി ഇവര് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, ആശാ വർക്കേഴ്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മുടെ പേഷ്യന്റ് കെയറിൽ നേരിട്ട് ഇടപെടുന്ന ആളുകളാണോ? നേരിട്ട് അവരുടെ രോഗി പരിചരണം നൽകുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ അവരെന്താണ് പേഷ്യൻസിന് വേണ്ട അല്ലെ, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ട കെയർ തന്നെയല്ലേ ഒരു തരത്തിൽ കൊടുക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ അവര് മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇപ്പൊ നമ്മ എന്താണ് വയനാട് ആ ദുരന്തം ഉണ്ടായപ്പോ ഒരു ആശാ വർക്കർ അല്ലെ, ആളുടെ ഒരുപാട് ഇല്ലേ വായിച്ചിട്ടുണ്ടായോ ന്യൂസിലൊക്കെ അല്ലെ? ആള് ഫുൾ ടൈം അവിടെ പ്രവർത്തനം നടത്തിയിരുന്നു അല്ലെ, ആളുകളെ രക്ഷിക്കാനും അവരെ ക്യാമ്പിലേക്ക് മാറ്റാനും ഹോസ്പിറ്റലിലേക്ക് മാറ്റാനും അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ലാസ്റ്റ് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരണം, റിസോഴ്സുകൾ ലഭ്യമാക്കണം. അതിനൊക്കെ അവർക്ക് എന്ത് വേണം? ഫിനാൻസ് വേണോ? പൈസ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടി അവർ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ലോജിസ്റ്റിക് പ്ലാനിങ്, പിന്നെന്താണ് നമ്മുടെ ബെഡിന്റെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ ബെഡ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ഇല്ലേത്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ് അല്ലെ. നമ്മൾ ഇത്രയും നേരം പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇനി പറയുന്നത് ഡിസാസ്റ്റർ ഫേസ്. അപ്പൊ ആ ഒരു ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ അല്ലെ, ഡിസാസ്റ്റർ ആക്ടിവേഷൻ നടത്തി. ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് പ്ലാൻസ് ഫോർ അലേർട്ടിംഗ് ദ ഡിസാസ്റ്റർ കമ്മിറ്റി സ്റ്റാഫ് അതർ ഫെസിലിറ്റീസ് via phones, paging and mobilizing resources to suitable activated areas. അപ്പൊ ഡിസാസ്റ്റർ എന്ത് ചെയ്ത് ആക്ടിവേറ്റ് ആയി അല്ലെ. ഒരുപാട് സ്റ്റാഫുകളെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ അറൈവ് ചെയ്തു അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു കാര്യങ്ങള് നമുക്ക് കറക്റ്റ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ആ ഒരു സ്ഥലത്തേക്ക് അല്ലെ നമ്മുടെ എന്താണ് സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസ്, നമ്മുടെ എമർജൻസി പ്ലാന് ആക്ടിവേറ്റഡ് ചെയ്യുന്ന ഏരിയാസിലേക്ക് എന്ത് വേണം? ആളുകളെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ, മാറ്റണ്ടേ? അവിടേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളെ ലഭ്യമാക്കണം, സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ലഭ്യമാക്കണം. വേണ്ടേ? നമ്മൾ ഒരുപാട് ഏരിയാസ് പഠിച്ചില്ലേ നേരത്തെ, ഓർമ്മയുണ്ടോ? ഡെഫിനറ്റീവ് കെയർ പ്ലാൻ, ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെ, കമാൻഡ് സെന്റർ, റിസപ്ഷൻ ആൻഡ് ട്രയേജ്, ഡീകണ്ടാമിനേഷൻ ഏരിയ, മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അപ്പൊ ഇവിടത്തെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? എക്യുപ്മെന്റുകൾ വേണം, റിസോഴ്സുകൾ വേണം, സ്റ്റാഫുകൾ വേണം. വേണ്ടേ? ബെഡുകൾ വേണം അല്ലേ? അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ചെയ്യുന്ന ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് സാധനങ്ങൾ, റിസോഴ്സുകൾ മാറ്റുകയും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെ സമാഹരിക്കുകയും ചെയ്യുക. ഓക്കെ. കൂടാതെ എന്താണ് ആ ഒരു ഡിസാസ്റ്റർ അറൈവ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ഡിസാസ്റ്റർ കമ്മിറ്റിയെ, സ്റ്റാഫുകളെയൊക്കെ വിവരം അറിയിക്കണ്ടേ? എന്താണ് നമ്മൾ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, അറിയിക്കണ്ടേ? ഡിസാസ്റ്റർ കമ്മിറ്റിയെ, സ്റ്റാഫുകളെ അല്ലെ. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ കമ്മിറ്റിയെ, സ്റ്റാഫുകളെ അതർ ഫെസിലിറ്റീസിലേക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ ഒക്കെ വഴി അല്ലെ, പേജിംഗ് വഴിയോ ഒക്കെ എന്താണ് അവരെ വിവരം അറിയിക്കുകയും ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു ഡെഫിനറ്റ് കെയർ ഏരിയാസിലേക്ക് അല്ലെ, ആക്ടിവേറ്റഡ് ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെയും സ്റ്റാഫുകളെയും സമാഹരിക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ. നമ്മൾ പറഞ്ഞു ഇൻസിഡന്റ് സ്റ്റാഫ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, അതിൽ ആരാണ് ഹെഡ്? ഇൻസിഡന്റ് കമാൻഡർ അല്ലെ. അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ നോക്കിയേ. ഇൻസിഡന്റ് കമാൻഡർ
who must be free to command and coordinate the overall disaster response must be appointed by hospital. എന്താണ് നമ്മുടെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു എന്താണ് ദുരന്ത പ്രതികരണം അല്ലെ, ഡിസാസ്റ്ററിന്റെ ആ ഒരു റെസ്പോൺസ് എന്താണ് കമാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെ, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വാതന്ത്ര്യമുള്ള ഒരു ഇൻസിഡന്റ് കമാൻഡർ എവിടെ നിയമിക്കാന്ന് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. അതിനെന്താണ് അല്ലെ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കണം അല്ലെ നിയമിക്കേണ്ടത്. മറ്റുള്ളവര് എന്താണ് ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളെ ആവണ്ടേ, സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിനെ ആയിരിക്കണം അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെ ആയിരിക്കണം അല്ലെ, ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എവിടെ നിയമിക്കുക? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. നമ്മ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ആണോ? അപ്പൊ ആളെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? എല്ലാവരും സ്വീകരിക്കുന്ന ഒരാളായിരിക്കും അല്ലെ, അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ നമ്മൾ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത് അല്ലെ. അതേപോലെ എന്താണ് മറ്റുള്ളവര് റെസ്പെക്ട് ചെയ്യുന്ന അല്ലെ, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എന്താണ് നമ്മുടെ ആ ഒരു ദുരന്ത പ്രതികരണങ്ങളെ കമാൻഡ് ചെയ്യാനും അത് ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് നിയമിക്കുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. അഡ്മിനിസ്ട്രേഷൻ എക്സാമ്പിൾ നോക്കി. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ്. എന്താണ് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യനെ നിയമിക്കാം അല്ലെ. അപ്പൊ ആർക്ക് എന്താണ് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ, ഓരോ പേഷ്യൻസിനും എങ്ങനെയുള്ള പരിചരണം കൊടുക്കണം, എമർജൻസി കെയറിലെ പേഷ്യൻസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ആൾക്കറിയാലോ, ഓൾറെഡി അറിയാം, ആൾ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയത് ആണല്ലേ. അപ്പൊ എന്താണ് എമർജൻസി മെഡിക്കൽ സർവീസ് കൊടുക്കാനായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെ നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പോലെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർവിഷനിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാളെ എന്താണ് ഇൻസിഡന്റ് റെസ്പോണ്ടുകൾ കൺട്രോൾ ചെയ്യുന്നതിനും അതിനുവേണ്ടി കമാൻഡ് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നിയമിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇനി നമ്മ 8 ആളുകളെ പറഞ്ഞു അല്ലെ, ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് 8 ആളുകളെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അതില് ഫസ്റ്റത്തെ ഹെഡ് ആണ് അല്ലെ ഇൻസിഡന്റ് കമാൻഡർ. താഴെ ഇനി ഒരു 7 പേര് വരുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫ്. അപ്പൊ നോക്കിയേ, ദ പർപ്പസ് ഓഫ് ദി ഇൻസിഡന്റ് സ്റ്റാഫ്. ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ് എന്താണ്? കംപ്രൈസ്ഡ് ഓഫ് കമാൻഡ് ആൻഡ് ജനറൽ സ്റ്റാഫ്. അതിൽ എന്താണ് നമ്മുടെ കമാൻഡറും മറ്റു ജനറൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, കമാൻഡും ജനറൽ സ്റ്റാഫുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈസ് ടു പ്രൊവൈഡിങ് the hospital IC with enough manpower to meet all his or her responsibility in conducting the disaster relief operations. നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻസ്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങള് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ആൾ അസിസ്റ്റ് ചെയ്യാനും അല്ലെ, ആൾ അസിസ്റ്റ് ചെയ്യാനും ആൾക്ക് വേണ്ട സ്റ്റാഫുകളും പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഇൻസിഡന്റ് കമാൻഡർക്കും ആളുടെ അണ്ടറിലുള്ള 7 പേർക്കും കൂടി ആ ദുരന്ത പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റോ? ഇല്ല. അവർക്ക് ഇനിയും മാൻ പവേഴ്സ് ആവശ്യമാണ് അല്ലെ, സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങള് നടത്തുന്നതില് എന്താണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഇൻസിഡന്റ് കമാൻഡർ ഫീമെയിൽ ആവാം മെയിൽ ആവാം അല്ലെ. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങള് നിറവേറ്റുന്നതിന് ഇൻസിഡന്റ് കമാൻഡർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ദുരന്ത പ്രവർത്തനങ്ങൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറിന്റെ റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള
സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുക, നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം, പർപ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഈ സ്റ്റാഫ് കംപ്രൈസിംഗ് നമ്മ പറഞ്ഞു അല്ലെ, ആ സ്റ്റാഫുകളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? The 7 position most apt for a medium sized disaster. അല്ലെ, ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ നമുക്ക് എന്താണ് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് 7 പൊസിഷനാണ് ഉൾക്കൊള്ളുന്നത്. അതിൽ ആരൊക്കെ വരുന്നുണ്ട്? പ്ലാനിംഗ് ഓഫീസർ വരുന്നുണ്ട് അല്ലെ, ലോജിസ്റ്റിക് ഓഫീസർ ഉണ്ട്, ഓപ്പറേഷൻ ചീഫ് ഉണ്ട്, ഫിനാൻസ് ഓഫീസർ ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസർ വരുന്നുണ്ട്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ വരുന്നുണ്ട്, ലൈസൺ ഓഫീസറും വരുന്നുണ്ട്. നമ്മൾ പഠിച്ചല്ലോ ഇൻസിഡന്റ് സ്റ്റാഫുകൾ ആരൊക്കെയാണെന്നും പഠിച്ചു, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഫംഗ്ഷനും പഠിച്ചു. ഓർമ്മയുണ്ടോ? അപ്പൊ 7 ഇങ്ങനെയുള്ള 7 പേര് ഉൾക്കൊള്ളുന്നതാണ് എന്ത് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൊരു കമ്മിറ്റി രൂപീകരിക്കുകയാണെങ്കിലും അതിൽ സെക്രട്ടറി ഉണ്ടാവും, പ്രസിഡന്റ് ഉണ്ടാവും അല്ലെ, ഫിനാൻസ് നോക്കാൻ ഒരാളുണ്ടാവും. ആണോ? അതേപോലെ നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫുകളില് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ അല്ലാതെ 7 സ്റ്റാഫുകൾ കൂടിയാണ് ഉൾപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അവരാണ് പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻ, ഫിനാൻസ്, പബ്ലിക് റിലേഷന്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ ഓഫീസർ. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ് അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ചു. അപ്പൊ നമ്മ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? പ്രവർത്തനങ്ങൾ എന്താണ്? ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ എ ഡോക്ടർ മേജർ അല്ലെ. ഡോക്ടർ മേജർ എന്ന് പറയുന്നത് ഒരു കോഡാണ് കേട്ടോ. ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ മറ്റുള്ള ആളുകളെ അല്ലെ, ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകളെ വിവരം അറിയിക്കുന്നതിനുള്ള ഒരു അലേർട്ട്, നമുക്ക് കോഡ് ബ്ലൂ പറഞ്ഞില്ലേ, അതേപോലെ ഒരു അലേർട്ട് ആണ് ഡോക്ടർ മേജർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് എന്ത് ഡിക്ലെയർ ചെയ്യാണ്, പ്രഖ്യാപിക്കാണ്? ആ ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ വന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ ഡോക്ടർ മേജർന്ന് പ്രഖ്യാപിക്കുന്നു. ഓക്കെ ആണോ? സിഇഒ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ്, സിഇഒ എന്ന് പറഞ്ഞാല് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ ഓർ സീനിയർ ഫിസിഷ്യൻ ഇംപ്ലിമെന്റ് ദ ഡിസാസ്റ്റർ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? നമ്മുടെ എന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മെഡിക്കൽ ഡയറക്ടർ, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻ ഒക്കെ എന്ത് ചെയ്യാണ്? നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ പ്ലാൻ അല്ലെ, എമർജൻസി മാനുവൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അല്ലെ, എന്നാൽ ഓരോ ഏരിയാസിലും നടപ്പിലാക്കുന്നു. കൂടാതെ പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോംഡ്. പോലീസിലേക്കും ആവശ്യമെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും വിവരം അറിയിക്കുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ എന്താണ്? ഡോക്ടർ മേജർ ഡിക്ലെയർ ചെയ്തു അല്ലെ, എന്താണ്? ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അത് അലേർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ്? അനൗൺസ് ചെയ്യണം അല്ലെ, ഡോക്ടർ മേജർ. ഡോക്ടർ മേജർ 3 times every 30 seconds for period 3 minutes. ഒരു 3 മിനിറ്റ് സമയത്തേക്ക് 30 സെക്കൻഡ് കൂടുമ്പോൾ 3 times 3 പ്രാവശ്യം എന്ത് ചെയ്യണം? നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർന്ന് അനൗൺസ് ചെയ്യുന്നു. ഇപ്പൊ ആദ്യം ഇങ്ങനെ വിളിച്ചു വന്നു, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. നെക്സ്റ്റ് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും അവർ വിളിച്ചു പറയും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അങ്ങനെ 3 സെക്കൻഡ് സമയത്തേക്ക്. അപ്പൊ ടോട്ടൽ എത്ര ടൈംസ് ആയി? 6 തവണ അല്ലെ, അങ്ങനെ അവര് അനൗൺസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് physician and other staff who are off duty are recalled. എന്താണ്? നമുക്കറിയാം ഹോസ്പിറ്റലിൽ എന്താണ്? സ്റ്റാഫുകൾക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട് അല്ലേ, ഡേ ഉണ്ട്, നൈറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഫിസിഷ്യനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളോ അവരുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വിളിക്കുക.
all departments implement established procedure. നമുക്ക് പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്, എമർജൻസി പ്ലാൻ ഉണ്ട് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുക, അവര് ആ ഒരു പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, നടപ്പിലാക്കുക. ഓക്കെ ആണോ? ഇംപ്ലിമെന്റ് ചെയ്യുക അവരുടെ സ്ഥാപിത നടപടിക്രമങ്ങൾ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാൻ അനുസരിച്ച് അവരവരുടെ നടപടിക്രമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് written instructions are given for manning important areas to medical staff and house officers by a designated staff. നമ്മുടെ designated staff important ആയിട്ടുള്ള ഏരിയാസ് അല്ലെ. മാനിങ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, സർജറി സെക്ഷൻ, ജനറൽ മെഡിസിൻ സെക്ഷൻ, ക്രിട്ടിക്കൽ കെയർ, പീഡിയാട്രിക്സ്, അങ്ങനെയുള്ള ആ ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ഏരിയാസില് എന്താണ് അവർക്ക് റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് എഴുതിയ നിർദ്ദേശങ്ങൾ നൽകുക. കൂടാതെ നമ്മുടെ ഡോക്ടേഴ്സിന്, ഹൗസ് സർജൻസിലെ ഹൗസ് ഓഫീസേഴ്സിനും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് അതിന് നിയുക്തമായിട്ടുള്ള അല്ലെ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് നൽകുക. നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആർ ഗിവൺ ടു ഡിസാസ്റ്റർ ചീഫ് ഓഫ് എമർജൻസി റൂം, triage area, emergency waiting room, staff holding room, emotionally disturbed patients areas, relatives waiting room, admitting office, X-ray ആണ് ട്ടോ. admitting office എന്നിട്ട് ഒരു കോമ, അത് കഴിഞ്ഞിട്ട് X-ray department. ഓക്കെ, കറക്റ്റ് ചെയ്യാം ട്ടോ. admitting office കഴിഞ്ഞിട്ട് ഒരു കോമ, അത് കഴിഞ്ഞിട്ട് X-ray department, ബ്ലഡ് ബാങ്ക്, CSS ഇല്ലേ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരുവിധം പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉൾപ്പെട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യാം, അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നൽകുക. ക്ലിയർ ആണോ? ഡിസാസ്റ്റർ ചീഫിന്, എമർജൻസി റൂമിലെ ചീഫിന്, ട്രയേജ് ഏരിയയിലേക്ക്, എമർജൻസി വെയിറ്റിംഗ് റൂംസിലേക്ക്, സ്റ്റാഫുകളെ ഉൾക്കൊള്ളുന്ന അല്ലെ ഹോൾഡിംഗ് ഏരിയാസിലേക്ക്. നെക്സ്റ്റ് എന്താണ്, ഇമോഷണലി ഡിസ്റ്റർബ് ആയിട്ടുള്ള അല്ലെ, ഈ ദുരന്തത്തിലൊക്കെ പെട്ടുകൊണ്ടുവരുന്ന പേഷ്യൻസിൽ ചിലരെന്താണ് അതൊക്കെ കണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, മെന്റലി ഒരുപാട് ഡിസ്റ്റർബഡ് ആയിട്ടുണ്ടാവും അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള ഇമോഷണലി ഡിസ്റ്റർബഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആളുകളെ, റിലേറ്റീവ്സ് നമ്മുടെ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിലെ റിലേറ്റീവ്സിന് ഇരിക്കാനുള്ള വെയിറ്റിംഗ് റൂംസിലേക്ക് അഡ്മിറ്റിംഗ് അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ നടക്കുന്ന ഓഫീസില്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റില്, ബ്ലഡ് ബാങ്കില്, CSSDയിലൊക്കെ എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് നൽകുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ചീഫ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ്. നമ്മുടെ പ്രധാന ഏരിയാസിലേക്ക് ആരെ നിയോഗിക്കുകയാണ്, ചീഫിനെ വേണം അല്ലെ. അവിടുത്തെ പ്രവർത്തനങ്ങള് സൂപ്പർവൈസ് ചെയ്യാനും അവർക്ക് കൺട്രോൾ ചെയ്യാനും അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാനും കമാൻഡ് കൊടുക്കാനും ചീഫ് വേണ്ടേ. അപ്പൊ എന്താണ് എല്ലാ പ്രധാന ഏരിയാസിലേക്കും കീ ഏരിയാസിലേക്കും എന്താണ് ചീഫുമാരെ അല്ലെ ഹെഡുമാരെ നിയമിക്കുക. Security and support personnel control the traffic. Triage is initiated next to ambulance. എന്താണ് ആംബുലൻസ് എൻട്രൻസ് എന്താണ് നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സപ്പോർട്ട് പേഴ്സണലിനെ നിർത്തണം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസിന്റെ ആ ഒരു സ്ഥലത്ത് നിന്നല്ലേ പ്രവേശന കവാടത്തിന്റെ അടുത്ത് നിൽക്കുന്നവരല്ലേ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ കൊണ്ടുവരും, അവിടെ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടോ? പെട്ടെന്ന് ചിലപ്പോ പേഷ്യൻസിനെ നമുക്ക് കയറ്റാൻ പറ്റില്ല അല്ലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ അവിടുത്തെ ആ ഒരു തിരക്കൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ആംബുലൻസ് എൻട്രൻസിനോടടുത്ത് ആ ഒരു ട്രയേജ് ഏരിയാസിലേക്ക് എന്ത് നിയമിക്കാന്ന് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുക, നിർത്താം. ഓക്കെ, ചിലപ്പോ എന്താണ് ഈ ഡിസാസ്റ്റർ നടന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ആംബുലൻസിൽ തന്നെ നമ്മൾ ആംബുലൻസ് സർവീസ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, നമുക്ക് 3-4 പേഷ്യൻസിനെ വരെയും കൊണ്ടുവരാം അല്ലെ. അപ്പൊ ചിലപ്പോ പറ്റിയിട്ടല്ലേ 3, 4, 5 ആംബുലൻസ് ഒക്കെ ആയിരിക്കും വന്ന് നിർത്തുന്നത് അല്ലെ. 3, 4, 5 പേഷ്യൻസിനൊക്കെ ആയിരിക്കും ആംബുലൻസുകളായിരിക്കും വന്ന് നിർത്തുന്നത്. അപ്പൊ ഇവരൊക്കെ നമുക്ക് അങ്ങോട്ട് കയറ്റണ്ടേ. അപ്പൊ ആ സമയത്ത് അവിടെ എന്ത് വരാം, തിരക്കും അല്ലെ.
ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എമർജൻസി എൻട്രൻസിൽ ആ ഒരു ട്രേജ് ഏരിയാസിലേക്ക് നമ്മുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സപ്പോർട്ട് പേഴ്സണൽസിനെ നിർത്തുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. ട്രയേജിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. ഡു നോട്ട് എലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ് അല്ലെ. എന്താണ് നമ്മുടെ കാഷ്വാലിറ്റീസ് പൈലപ്പ് അല്ലെ, എന്താണ് കുന്നുകൂടാ. കുറെ ആവാൻ പാടുണ്ടോ? കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് പെട്ടെന്ന് സോർട്ട് ചെയ്ത് ഓരോ ഏരിയാസിലേക്ക് മാറ്റണം അല്ലേ? ആണോ? വേണ്ടേ? അതല്ലെങ്കിൽ അവിടെ എന്ത് വരും? തിരക്ക് വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കാഷ്വാലിറ്റി കേസുകൾ കുന്നുകൂടാൻ, ഒരുപാടാവാൻ അനുവദിക്കരുത്. നെക്സ്റ്റ് എന്താണ്? സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി. നമ്മുടെ പേഷ്യൻസിനെ പെട്ടെന്ന് സോർട്ട് ചെയ്യാം അല്ലെ. അവർ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ക്രിട്ടിക്കൽ ആണോ, മേജർ ആണോ, മൈനർ ആണോ അല്ലെ, അല്ലെങ്കിൽ ഡെഡ് ആണോ, എന്താണ് മരണം സംഭവിച്ചിട്ടുണ്ടോ അല്ലെ, പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്ത് പേഷ്യൻസിനെ തരം തിരിച്ച് മാറ്റുക. നെക്സ്റ്റ് എന്താണ്? ടാഗ് ദം അപ്രോപ്രിയേറ്റ് അല്ലെ. ഓരോ പേഷ്യൻസിനും അവർക്ക് ഉചിതമായിട്ടുള്ള ടാഗുകൾ നൽകുക. ഇപ്പൊ ക്രിട്ടിക്കൽ പേഷ്യൻസിനാണെങ്കിൽ റെഡ് ടാഗ് ആണ്, അതല്ലെങ്കിൽ അതിന് കുറച്ചും കൂടി ഇത് വരുന്ന പേഷ്യൻസിന് എന്താണ്, അർജന്റ് പേഷ്യൻസിന് യെല്ലോ ടാഗ് ആണ്. വാക്കിംഗ് വൂണ്ടഡ് മൈനർ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ നമ്മൾ ഗ്രീൻ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെത്ത് കേസുകളാണെങ്കിൽ നമ്മൾക്ക് ബ്ലാക്ക് ടാഗ് ആണ് നൽകുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിനും അവർക്ക് ഉചിതമായിട്ടുള്ള ടാഗുകൾ നൽകുക. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ടാഗിങ് പഠിക്കാനുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അവരെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവർക്ക് ഉചിതമായിട്ടുള്ള ഏരിയാസിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി അയക്കാം അല്ലെ. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ളോ, അപ്പൊ ഒപിയിലേക്ക് വിട്ടാൽ മതിയോ, അല്ലെങ്കിൽ അവർക്ക് റെസോസിറ്റേഷൻ കൊടുക്കണോ അല്ലെ. അപ്പൊ അവർക്ക് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഒരു ഏരിയാസിലേക്ക് അവരെ നയിക്കുക, ഡയറക്റ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. സ്പീഡ് കൂടുതലുണ്ടോ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണോ? എന്ത് പറ്റി? കുട്ടികൾ കുറവാണല്ലോ. ഡിസാസ്റ്റർ ആയാലാണോ മിസ്സിന്റെ ക്ലാസ്സിൽ കുറവ്? അതോ പൊതുവെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളോ? എല്ലാ ക്ലാസ്സിലും ഇത്രയേ ഉള്ളോ? എന്തൊന്നും പറയാത്തെ? ഇത്രയേ ഉള്ളൂ അല്ലേ? ഇന്ന് കുറവാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ട്രീറ്റ്മെന്റ് ഏരിയാസ് എടുക്കാലോ. ട്രീറ്റ്മെന്റ് ഏരിയ ഒക്കെ കുറവാണ്, സിമ്പിൾ ആണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. എമർജൻസി റൂം അല്ലെ. എമർജൻസി റൂം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, എമർജൻസി റൂമിൽ ആരാണ്? ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് അല്ലെ. ലൈഫ് ത്രെട്ടനിങ് ഡിസീസുകളോ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയ ആളുകളാണ് അല്ലെ. അപ്പൊ എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, എന്താണ് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ കിടത്തുന്നത് അല്ലെ. ആ ഒരു ഏരിയ അവർക്ക് എന്താണ് ലൈഫ് ത്രെട്ടനിങ് അല്ലെ, ജീവൻ അപകടത്തിൽപ്പെടുന്ന ഇഞ്ചുറീസോ അല്ലെങ്കിൽ അസുഖങ്ങളോ വന്നിട്ടുള്ള ആളുകള്. ഹെമറേജസ് എന്താണ് ബ്ലീഡിങ് അല്ലെ, എന്താണ് നമുക്ക് കഠിനമായിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉള്ള ആളുകളെയാണ് എമർജൻസി റൂമിൽ പ്രവേശിപ്പിക്കുന്നത്. നെക്സ്റ്റ് സർജറി, അതും അറിയാം അല്ലെ, എന്താണ് സീരിയസ് കാഷ്വാലിറ്റീസ്, സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റി പ്രോബ്ലംസ്, ഇഞ്ചുറീസോ ഇൽനെസ്സോ ആയിട്ട് വരുന്ന പേഷ്യൻസിന് സർജറിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെസ്റ്റ് പ്രോബ്ലംസ് ആയിട്ട്, അല്ലെങ്കിൽ അബ്ഡോമിനൽ ട്രോമ അല്ലെ, അബ്ഡോമിന് എന്തെങ്കിലും ആഘാതങ്ങളോ വീഴ്ചകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്ന പേഷ്യൻസ്, ഓപ്പൺ ഫ്രാക്ചർ അല്ലെ ഒക്കെ വന്ന ആളുകളെയാണ് സർജറി സെക്ഷനിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെലിവറി സൂട്ട്. ഡെലിവറി സൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരെയാണ്? ഡെലിവറി പ്രഗ്നന്റ് വുമൻസ് അല്ലെ. അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുക, അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഇൽനെസ്സോ വരാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക, വീഴ്ചകൾ സംഭവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് ഡെലിവറി സൂട്ടിൽ പ്രവേശിപ്പിക്കുന്നത്. വുമൺ ഇൻ ലേബർ അല്ലെ, എന്താണ് പ്രഗ്നൻസിനോടനുബന്ധിച്ച്. ഇപ്പൊ നമ്മ ഫ്ലഡ് വന്നപ്പോ നിങ്ങൾ കേട്ടിരുന്നില്ലേ, ഒരു വുമണിന് ഹെലികോപ്റ്ററിൽ നിന്ന് അല്ലെ കയറ്റിയതൊക്കെ ക്യാമ്പയിൻ അല്ലേ.
അപ്പൊ അങ്ങനെയുള്ള വുമണിൽ ലേബറിലെ പ്രഗ്നൻസി ടൈം ഒക്കെ അടുത്ത ആളുകളെ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ എന്താണ് പ്രഗ്നൻസി വുമൺസിന് എന്തെങ്കിലും ട്രോമാറ്റിയിലെ എന്താണ് ആഘാതങ്ങളോ പരിക്കുകളോ ഒക്കെ പറ്റിയ ആളുകളെയാണ് ഡെലിവറി സൂട്ടിൽ പ്രവേശിക്കുന്നത്. നെക്സ്റ്റ് ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ആരാണ്? എമർജൻസി അല്ലെ, മെഡിക്കൽ എമർജൻസി കെയർ അല്ലെ, ക്രിട്ടിക്കൽ എന്താണ് കണ്ടീഷനിലുള്ള പേഷ്യൻസിനെയാണ് അല്ലെ ICUവിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ മെഡിക്കൽ എമർജൻസീസ്. നെക്സ്റ്റ് OPD ആരാണ് പ്രവേശിക്കുന്നത്? മൈനർ ഇഞ്ചുറീസ് അല്ലെ, ചെറിയ ചെറിയ പരിക്കുകളുള്ളവരെയാണ് അല്ലെ, ചെറിയ ചെറിയ അസുഖങ്ങളുള്ളവര്, ചെറിയ പരിക്കുകളുള്ളവരെ അല്ലേ OPD ഏരിയാസിലേക്ക്. പക്ഷേ നിങ്ങളുടെ ഇതിൽ ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യോ? OPD ഏരിയാസില് ഈ 7th കിടക്കുന്ന പോയിന്റ് എഴുതോ. OPD ഏരിയ, മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ് അല്ലെ, എന്താണ് നമ്മൾ ഓഫീസ് സർവീസ് പേഷ്യൻസ്, എന്താണ് ജസ്റ്റ് പേഷ്യൻസ് വരാം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു പോകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആംബുലേറ്ററി പേഷ്യൻസ് ആണ് OPD ഏരിയയില് വരുന്നത്. ഓക്കെ, കറക്റ്റ് ചെയ്തോ? OPD ഏരിയയില് അൺസാൽവേജബിൾ കേസസ് വിട്ടിട്ട് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസും അവിടെ കയറ്റാം. ഇല്ലയോ? അവിടെ എഴുതി ചേർക്കാം. ഇല്ലയോ? നെക്സ്റ്റ് റേഡിയോളജി അല്ലെ, റേഡിയോളജിയിൽ എന്താണ് സ്കാനിങ് ഒക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ് ഫ്രാക്ചർ ടു ഓർത്തോപീഡിക് ആൻഡ് ദെൻ എന്താണ് നമ്മുടെ ഓർത്തോപീഡിക് എല്ലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ബോൺസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചർ വരാം, എന്തെങ്കിലും സ്കാനിങ് എടുക്കാം, അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും സ്കാനിങ്ങിന്റെ പ്രൊസീജിയർ ഒക്കെ എടുക്കേണ്ടവരെയാണ് റേഡിയോളജി സെക്ഷനിലോ. നെക്സ്റ്റ് എന്താണ് എമർജൻസി റൂം. എമർജൻസി റൂമില് അൺസാൽവേജബിൾ കേസസ്, അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടെടുക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവില്ലേ. നമ്മുടെ അടുത്ത് ഡോക്ടർ പറയാറില്ലേ, ചില ആളുകളെ കൊണ്ട് ചെല്ലുമ്പോഴും ഒരു പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാറില്ലേ, മരണം സുനിശ്ചിതമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത്. ദോസ് ദാറ്റ് ആർ കൺസിഡേർഡ് ബിയോണ്ട് ദ പോയിന്റ് ഓഫ് റിക്കവറി ഓർ റിപ്പയർ. നമുക്ക് അവരെ തിരിച്ച് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് അല്ലെ അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവരെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത പേഷ്യൻസ്, അവരെയാണ് എമർജൻസി റൂമിൽ പ്രവേശിപ്പിക്കുന്നത്. നെക്സ്റ്റ് സൈക്യാട്രി അല്ലെ, എന്താണ് ഹിസ്റ്റീരിയ, എമർജൻസി എന്താണ് ബിഹേവിയറൽ എമർജൻസീസിൽ എന്താണ് ഈ ഡിസാസ്റ്റർ ഒക്കെ സംഭവിച്ച് നമ്മുടെ കണ്ണില് അല്ലേ നേരിട്ട് നമ്മൊരു ഡിസാസ്റ്റർ ദുരന്തം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന്. നിങ്ങൾ മെന്റലി ഒരുപാട് വീക്ക് ആവും അല്ലേ, ആണോ? നമുക്ക് എന്താണ് അത്രയും നമ്മുടെ റിലേറ്റീവ്സ് നമ്മളുമായി ബന്ധപ്പെട്ടവരെ നമുക്ക് ഡിസ്റ്റർബഡ് ആകും. നമ്മുടെ എന്താണ് ഒരുപാട് നമ്മുടെ ഫാമിലീസോ അല്ലെങ്കിൽ നമ്മുടെ ഫാദറോ മദറോ ഒക്കെ നമുക്ക് നഷ്ടപ്പെടാം, കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടാന്ന് ആലോചിക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവര് എന്താണ് നമുക്ക് മെന്റലി സപ്പോർട്ട് ചെയ്യണം അല്ലെ, അവരെ കൗൺസിലിംഗ് കൊടുക്കണം, അവരെ മെന്റലി സപ്പോർട്ട് ചെയ്യണമേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് സൈക്യാട്രി എന്താണ് ഹിസ്റ്ററി, അൺകൺട്രോളബിൾ ഇമോഷൻസ് അല്ലെ, അവർക്ക് അവരെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നേരിട്ട് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോ അവരെന്ത് ചെയ്യും, ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അല്ലെ, ചിലര് ചിരിച്ചോണ്ടിരിക്കും, ചിലർക്ക് യാതൊരു ഭാവഭേദങ്ങൾ ഉണ്ടാവില്ല അല്ലെ, ഒരു അനക്കവും ഇല്ലാണ്ടിരിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്റീരിയ ബിഹേവിയറൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നവരെ സൈക്യാട്രി സെക്ഷനിൽ പ്രവേശിപ്പിക്കുന്നത്. നെക്സ്റ്റ് മെഡിറ്റേഷൻ റൂം അല്ലെ, എന്താണ് ഇമോഷണലി ഡിസ്റ്റർബ് ആയിട്ടുള്ളവർക്ക് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ മെഡിറ്റേഷൻ റൂം. നെക്സ്റ്റ് പറയുന്നത് സെമിനാർ റൂം. ഇൻജേർഡ് പരിക്കുകളില്ലാത്ത ആളുകളെ, ഡിസ്ചാർജ് പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് സെമിനാർ റൂം. ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഏരിയാസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്.
Next, definitive care initiated as soon as possible. നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം എത്രയും വേഗം നൽകുക അല്ലെ. ചിലപ്പോ ആ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് താമസിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റാം, ചിലപ്പോ പേഷ്യന്റിന് മരണം സംഭവിക്കാം അല്ലെ. അപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം എത്രയും വേഗം നൽകുക. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, data received, recorded and directed to the business office, admitting office and public relation office for coordination and trace. എന്താണ്, നമ്മുടെ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ നിന്ന് ഡാറ്റാസ് സ്വീകരിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, അത് മറ്റ് സെക്ഷനിലേക്ക്, നമ്മുടെ ബിസിനസ് ഓഫീസിലേക്ക്, അഡ്മിറ്റിംഗ് ഓഫീസിലെ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഓഫീസിലേക്ക്, പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കൊക്കെ ആ ഒരു എന്താണ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, നമ്മൾ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഡാറ്റാസ് സ്വീകരിച്ച് നമ്മൾ എല്ലാ സെക്ഷനിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ. ഇത്ര പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ, മീഡിയാസിനോട് പറയണം അല്ലേ. അപ്പൊ അതിനൊക്കെ പബ്ലിക് റിലേഷൻ ആണ് അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മീഡിയാസിനോട് അല്ലെ. അപ്പൊ അവിടേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഡാറ്റാസ് സ്വീകരിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതെന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ബിസിനസ് ഓഫീസിലേക്ക്, അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ഓഫീസിലേക്ക്, പബ്ലിക് നമ്മുടെ മീഡിയാസിനും പബ്ലിക്കിനൊക്കെ അത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻ ഓഫീസിലേക്കും നൽകുകയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, patient who are discharged are directed to admitting or discharge office. എന്താണ്, നമ്മുടെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്ത് അവർക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞു അവരെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റിംഗ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്കോ അവരെ നയിക്കുക. നെക്സ്റ്റ് എന്താണ്, എല്ലാം കഴിഞ്ഞു കേട്ടോ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തി അവരെ ഡിസ്ചാർജ് ചെയ്തു, ഒരുവിധം പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. അപ്പൊ എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ അവസാനിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടേ. ആദ്യം ഡിസാസ്റ്റർ തുടങ്ങിയില്ലേ, ഡോക്ടർ മേജർ എന്നും പറഞ്ഞ ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഡിക്ലെയർ ചെയ്തു അല്ലെ. ഇനി എല്ലാ പ്രവർത്തനങ്ങളും, ഒരുപാട് സ്റ്റാഫുകൾ വന്നു, ഒരുപാട് പേഷ്യൻസ് വന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നൽകി, അവർക്ക് വേണ്ട പരിചരണങ്ങൾ കൊടുത്തു, ആ പ്രവർത്തനങ്ങൾ ഒരുവിധം അവസാനിച്ചു. അപ്പൊ എന്ത് ചെയ്യാം, ഡിസാസ്റ്റർ ചീഫ് ഓർ മെഡിക്കൽ ഡയറക്ടർ ഓർ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഓർ സിഇഒ മേ ഓതറൈസ്ഡ് ആൻഡ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മുടെ നഴ്സിംഗ് ഡിസാസ്റ്റർ ചീഫ്, മെഡിക്കൽ ഡയറക്ടർ, അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രം വേണമല്ലേ നമ്മ എന്ത് ചെയ്യാനായിട്ട് ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ ആണോ അല്ലേ. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള പരിചരണങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ ചീഫ്, മെഡിക്കൽ ഡയറക്ടർ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം, ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് the telephone operator will then make an all clear announcement over the public address system. She or he will announce code green. എന്താണ്, നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ പബ്ലിക് അഡ്രസ് സിസ്റ്റം, പബ്ലിക് ഓഫീസിൽ എന്താണ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യും. എന്ത് കൊടുത്ത അലേർട്ട് ഏതാണ്, ഡോക്ടർ മേജർ അല്ലെ, കോഡ് അല്ലേ ആണോ? ആണ്. അപ്പൊ ഡിസാസ്റ്റർ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഇവാക്വേഷൻ പ്രോസസ്സിന് കൊടുക്കുന്ന, അതായത് അതുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകളെ, എക്യുപ്മെന്റുകളെ, ആളുകളെ, മീഡിയാസിനെയൊക്കെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി, ഹോസ്പിറ്റലിൽ നിന്ന് ഇവാക്വേഷൻ നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന അനൗൺസ് അലേർട്ട് ആണ് കോഡ് ഗ്രീൻ അലേർട്ട്. ഓക്കെ ഓക്കെ ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ കോഡ് യെല്ലോ ഡോക്ടർ മേജർ ആണ് കേട്ടോ. കോഡ് യെല്ലോ ഡോക്ടർ മേജർ. നെക്സ്റ്റ്, ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾ അവസാനിച്ചു, എല്ലാവരെയും ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒഴിപ്പിക്കുകയാണ് അല്ലെ. പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും ഇവാക്വേഷൻ നടത്താണ്, ദുരന്ത നിവാരണം അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നതാണ്
കോഡ് ഗ്രീൻ. ഓക്കെ, കോഡുകൾ ഇനിയും പഠിക്കാനുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ അല്ലെ. എന്താണ് നമ്മൾ കോഡ് ഗ്രീൻ പറഞ്ഞു, ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുത്തു, ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു അല്ലെ. ഡിസാസ്റ്റർ പ്ലാൻ നിർജീവമാക്കി, ഡിമൊബിലൈസേഷൻ ഫേസ് അല്ലെ, നിർജീവമാക്കൽ അല്ലെ ഫേസ്. ഡിക്ലെയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ, എന്താണ് ഡിസാസ്റ്റർ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. The decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander or other hospital administration. ആ ഒരു ഡിസിഷൻ അല്ലെ നമ്മുടെ എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ പ്ലാന് ഡീആക്ടിവേറ്റ് ചെയ്തു, എന്താണ് നിർജീവമാക്കി എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ആരാണ്? നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. അത് അവർ എപ്പോഴാണ് എടുക്കുന്നത്? ആ ഒരു പ്രവർത്തനങ്ങള് എന്താണ് വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് അല്ലെ. ആ ഒരു സിറ്റുവേഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ലേ. ഇനി ഒരു 100 പേഷ്യൻസിന് പരിചരണം ലഭിക്കാനുണ്ട്, ട്രീറ്റ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനങ്ങളെ സിറ്റുവേഷനിൽ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആണ് എന്താണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇങ്ങനെ ഒരു ഡിസിഷൻ ഡിസാസ്റ്റർ പ്ലാന് ഡീആക്ടിവേറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് the deactivator should not be too early, premature or too late. ഈ ഒരു ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ നമുക്ക് ഒരുപാട് നേരത്തെ എടുക്കാൻ പാടുണ്ടോ? മിസ് പറഞ്ഞ പോലെ 100 പേഷ്യൻസിന് ഇനിയും പരിചരണം ലഭിക്കാനുണ്ട്, ആ ഒരു സമയത്ത് നമുക്ക് ഡീആക്ടിവേഷൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ ഒരുപാട് താമസം അല്ലെ, ഒരുപാട് ലേറ്റ് ആയിട്ട് എടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത്രയും സമയം എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ എക്സ്ട്രാ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ അവിടെ തന്നെ വേണം, സ്പേസ്, ആളുകള്, മീഡിയാസ് എല്ലാവരും അവിടെ തന്നെ നിൽക്കില്ലേ ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് നോർമൽ പ്രവർത്തനങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അല്ലെ, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാക്കും, തടസ്സം ഉണ്ടാക്കോ? നമ്മ ഒരുപാട് വൈകി ആ ഒരു ഡീആക്ടിവേഷൻ തീരുമാനം എടുക്കാൻ നിന്ന് കഴിഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ആ ഒരു തീരുമാനം ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്നുള്ള ആ ഒരു തീരുമാനം ഒരുപാട് നേരത്തെയോ ഒരുപാട് താമസിച്ചോ എടുക്കാൻ പാടില്ല. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ആയിരിക്കും നമ്മ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ എടുക്കേണ്ടത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് it is very difficult to reactivate the emergency plan once it has been declared over because staff tiredness start which is difficult to overcome. ഇപ്പൊ നമ്മൾ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് നമുക്ക് എന്താണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പോസിബിൾ ആണോ? ഡീആക്ടിവേറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? സ്റ്റാഫുകൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം, എക്യുപ്മെന്റുകൾ നമ്മ ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവാം അല്ലെ, പബ്ലിക് പോയിട്ടുണ്ടാവാം, മീഡിയാസ് പോയിട്ടുണ്ടാകാം. അപ്പൊ വീണ്ടും അത് റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് സ്റ്റാഫുകളുടെ ആ ഒരു ക്ഷീണം, ടയേർഡ്നെസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്തായിരിക്കും? ബുദ്ധിമുട്ടായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ വന്ന് കുറച്ചേരൊക്കെ ക്ലാസ് എടുത്ത് കഴിയുമ്പോ പറയാറുണ്ട് അല്ലെ, എന്താണ് ഇന്ന് ക്ലാസ് ഇത് മതി എന്ന് പറയുമ്പോ നമ്മ എന്ത് ചെയ്യും? വേഗം തന്നെ ബുക്കും നോട്ടും ടെക്സ്റ്റും ഒക്കെ എടുത്ത് ബാഗിൽ വെച്ച് നമ്മ റിലാക്സ് ചെയ്തിരിക്കും അല്ലേ? ആണോ? മിസ് അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ടീച്ചർ വീണ്ടും പറയാണ് ബുക്ക് ഒന്നുകൂടി എടുത്തിയ നമുക്ക് ആ ഒരു സെക്ഷനും കൂടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ നിങ്ങക്ക് അത് ഇഷ്ടാവോ? അപ്പൊ മിസ് പറഞ്ഞാലും നിങ്ങക്ക് അത് ഇഷ്ടാവോ? ഇല്ല അല്ലേ. നമ്മത് മൈൻഡില് നമ്മത് സെറ്റ് ചെയ്തു അല്ലെ. അപ്പൊ എന്താണ് സ്റ്റാഫുകള് ആ ഒരു ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തു എന്നുള്ളത് അവര് അക്സെപ്റ്റ് ചെയ്ത് അവർ അത്രയും നേരം അല്ലെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടല്ല ഇവര് പ്രവർത്തിക്കുന്നത്. ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റു സ്റ്റാഫുകളൊക്കെ ഇത്രയും പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോഴല്ലേ
ഒരുപാട് പ്രഷറും ആണോ അല്ലേ? അപ്പൊ ആ ഒരു ടയേർഡ്നെസ് അവരെന്താണ് വീണ്ടും ഓവർകം ചെയ്യാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ എന്നുള്ളത് കറക്റ്റ് ടൈമിൽ തന്നെ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മിസ് എടുത്ത ഭാഗം ഒക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഭാഗ്യ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേ. ഓക്കെ, താങ്ക് യു ഓൾ.